ഏപ്രിൽ മാസത്തിലെ ഈ ടാരറ്റ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഈ മാസത്തെ എനർജി കാണിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ന് ഏപ്രിൽ 2 ആണ്. ഏപ്രിൽ 1 പിങ്ക് ഫുൾ മൂണിന് ശേഷമുള്ള ഫസ്റ്റ് ടാരറ്റ് റീഡിംഗ് ആണിത്. ഫുൾ മൂണിലെ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എങ്ങനെയാണ് ഈ മാസത്തിൽ പിങ്ക് ഫുൾ മൂൺ നമ്മുടെ റിലേഷൻഷിപ്സിനെ എങ്ങനെയൊക്കെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ഇതിന് പരിഹാരങ്ങളുണ്ടോ, എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെയാണ് വരാനിരിക്കുന്ന തടസ്സങ്ങൾ, അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സോ നമുക്ക് ബേസിക്കായിട്ടുള്ള ഇതൊക്കെ ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഇന്നത്തെ ഫുൾ മൂണിൽ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾ നിങ്ങളുടെ എനർജി ഇതുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് ആലോചിക്കണം. ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് ആലോചിക്കുക. ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ ഗിവ് എ perfect prediction through my tarot reading. So പിങ്ക് ഫുൾ മൂണിൻ്റെ എനർജി എന്ന് പറയുന്നത് വീനസ് എനർജിയാണ്. ഏരിസ് എനർജിയും വീനസ് എനർജിയും കൂടിയിട്ടുള്ള ഈ ഹൈലി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള എനർജി സീസണിൽ റിലേഷൻഷിപ്സിൽ എങ്ങനെയൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് തിങ്, ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ എംപററാണ്. സോ ഇതാണ് ഇന്നത്തെ ഈ എനർജി കാണിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. All right. ഓക്കെ, നെക്സ്റ്റ് കാർഡിലും കാണിക്കുന്നത് കൊളാബറേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. സോ എനിക്ക് തോന്നുന്നത് ഈ മാസം നിങ്ങളുടെ എനർജി ബേസ്ഡ് ചെയ്യുന്നത് മെയിൻലി ഡിപ്പെൻഡ് ഓൺ അതർ പീപ്പിൾ. ഗ്രൂപ്പ് വർക്കാണ് കാണിക്കുന്നത്. സോ ഇത് നിങ്ങളൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരിക്കാം. പക്ഷേ അതിന് നിങ്ങൾക്ക് ഒന്നിലധികം ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടിയിരിക്കുക. ലവ് ലൈഫ് ആണെങ്കിൽ ഓക്കെ, അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ മേ ബി യു നീഡ് ഹെൽപ്പ് ഫ്രം യുവർ ഫ്രണ്ട് ഓർ ഫാമിലി. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ഇഫ് യു ആസ്ക് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ. പാരൻസ് ആവാം, കൊളീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, even a random Facebook friend. Absolutely fine asking opinion, asking them to collaborate with you, no problem at all. So ഈ മാസത്തെ റിലേഷൻഷിപ്പ് എനർജിയിൽ കൊളാബറേഷൻസും കാണിക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി ഫൈനാണ്. പിന്നെ എല്ലാം പറയുന്ന പോലെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളാണ്. കൊളാബറേറ്റ് ചെയ്യാൻ ആൾക്കാർ വരാണ്ടിരിക്കാം, പക്ഷെ അവർ കൂട്ടണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ കൊളാബറേറ്റിനുള്ള ചാൻസസ് വരുന്നുണ്ട്. സോ ആ ഹെൽപ്പ് സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നോക്കിയും കണ്ടറിഞ്ഞ് ചെയ്യുക. കാരണം ഇവരുടെ ഇൻറ്റൻഷൻ നിങ്ങളുടെ ഇൻറ്റൻഷനായിട്ട് മാച്ചിങ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ചിങ് ചെയ്യുന്നതാണുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു തിങ്ക് ബിഫോർ യു കൊളാബറേറ്റ് വിത്ത് സംവൺ. അത് നിങ്ങളുടെ ഏവൻ സപ്പോസ് നിങ്ങളുടെ ഒരു ഓക്കെ ലവ് റിലേഷൻഷിപ്പ് എടുക്കുക, സമൻ ടെല്ലിങ് യു ഇവൾ ഓക്കെയാ ഇവൻ ഓക്കെയാ നീ കെട്ടിക്കോ. സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന് നിങ്ങൾ എനർജി സ്പെൻഡ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷേ നിങ്ങൾ എന്ത് കാര്യം ഈ മാസം നിങ്ങൾ ചെയ്യണ എന്ത് കാര്യത്തിനായാലും റിലേഷൻഷിപ്പ് ബേസ്ഡ് എന്ത് കാര്യങ്ങളായിരിക്കും ആയാലും മൂന്നാമതൊരാൾ അഭിപ്രായം പറഞ്ഞു വരാനുള്ള സകല ചാൻസ് ഉണ്ട്. അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൊളാബറേഷൻ ഓഫർ ചെയ്യും, ഡെഫിനറ്റ്ലി ഓഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാനുള്ള അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം, സപ്പോർട്ട് പോസിറ്റീവായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എനർജി കാണിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ ടയേർഡായി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് മേ ബി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കാം, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് ലൈക്ക് ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ജോലി സ്വിച്ച് ചെയ്യുന്നുണ്ട്, പുതിയ കാർ മേടിക്കുന്നുണ്ട്, പുതിയ വീട് മേടിക്കുന്നുണ്ട്, പിന്നെന്താ നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ പഴയ ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയുക ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, അങ്ങനെ പിന്നെ മേ ബി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു ചിന്താഭാരം മനസ്സിലുണ്ട്. ആ ഒരു എനർജി കാണിക്കുന്നത്, അതായത് നിങ്ങൾ കുറേ പ്ലാൻസ്, ടു മെനി പ്ലാൻസ് ഓൺ യുവർ ഹെഡ്. എനിക്കത് വേണം, ഇത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഈ കോഴ്സ് പഠിക്കുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് വേണ്ട അത്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ ഞാൻ പഠിക്കണം, യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അപ്പോൾ അത് അപ്പോൾ എന്തിനാ ഞാൻ ഈ യൂട്യൂബ് ചാനൽ കഷ്ടപ്പെടണേ, എനിക്കൊരു ബിസിനസ് ചെയ്താൽ പോരെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ തോട്ട്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്ഷൻസ് കുറേ ഉണ്ട്. അതായത് ഒരു 5-6 ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ 5-6 ബെസ്റ്റ് കൊളീഗ്സ് ഒപ്പീനിയൻ ചോദിക്കാം, അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചിലർക്ക് കുറേ ലവേഴ്സ്, കുറേ പേരോട് ക്രഷ് ഉണ്ട്, പക്ഷെ അവരാര് ചൂസ് ചെയ്യുന്നതല്ല, പക്ഷെ കണക്റ്റഡ് ആണ് എല്ലാവരായിട്ടും, എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. ആര് ചൂസ് ചെയ്യും? അതൊക്കെ മനസ്സിൽ മറിഞ്ഞു വരാനുള്ള ഹൈലി പോസിബിളായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് ആ എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ മേക്ക് യു വീക്ക് അറ്റ് ദ എൻഡ്. അപ്പോൾ പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, ചിന്തകളുടെ ഭാരത്തിൽ നിങ്ങൾ തളർന്നു വീഴുമ്പോൾ യു ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ്. നിങ്ങൾ വീക്കാക്കണ കാര്യങ്ങൾ സ്റ്റിക്ക് ചെയ്യരുത്. ഓക്കെ, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വീക്കുമാണ്, അതായത് നിങ്ങളുടെ ഒരു സിംഗിൾ പേഴ്സണാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ എനർജി മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിനെ കുറിച്ച് 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 5 പേരും നിങ്ങളായിട്ട് ഡെയിലി കണക്റ്റഡാ, ഒന്നില്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എനി ത്രൂ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു. അപ്പോൾ അവരുടെ 5 പേരുടെ എനർജി നിങ്ങളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഒരു 5 പേരുടെ എന്താ പറയുക സ്ട്രെസ്സും കൂടി നിങ്ങളുടെ മേത്ത് വന്ന് വീണ് നിങ്ങളാണ് തളർന്നു പോവുക. സോ അതെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. യു ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ് റൈറ്റ് നൗ. ഇറ്റ്സ് ഓക്കെ
ഒരാളെ കീപ്പ് ചെയ്ത് 4 പേരെ കട്ട് ചെയ്യാം. കുറച്ച് ഒരു മാസത്തേക്ക് 4 പേരെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അവൾ നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മായിമ്മേനെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറയാം, ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഓക്കെ, ഞാൻ ഇച്ചിരി തിരക്കാം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊന്ന് ഒഴിവാക്കി വിടുന്നതുകൊണ്ട് തെറ്റില്ല. ബിക്കോസ് യുവർ എനർജി ഈസ് യുവർ എനർജി. Who going to protect it? It's your responsibility to protect it. As what's going to happen at the end, you will fall like this man. So it's very important. So മനസ്സിലാക്കാൻ, you are overloaded. Whatever it is, you are overloaded. Just focus on your thing. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ന്യൂ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നോക്കി, നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഐ വാണ്ട് ടു ഡു ദ വെയിറ്റ് ലോസ്, ഐ വാണ്ട് ടു ലേൺ ന്യൂ കോഴ്സ്, or I want to know a language, I want to travel, I want to improve my relationship with friends. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്തോ, ഒക്കെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, ഈ 4 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, എന്തെങ്കിലും സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തോ. പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന് ഒരു റിഫ്ലക്ഷൻ കൊടുത്ത്, അപ്പോൾ വൈ ഇറ്റ്സ് ബ്ലോക്കിംഗ് യു, ഇഫ് ഇറ്റ് ബ്ലോക്സ് യു, വൈ, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, so do that right now. Do that. Take a paper and write what make you weak. നിങ്ങളുടേതല്ലാത്ത എന്ത് സ്ട്രെസ്സാണ് നിങ്ങൾ ഇപ്പോൾ ക്യാരി ചെയ്യണമെന്ന് മാത്രം ആലോചിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് കാർഡ് നോക്കാം. ഓക്കെ, ഈ കാർഡിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്, you have to push yourself more, you have to work hard. ഓൾറെഡി ഈ എന്താ പറയുക, നേരത്തെ കാണിച്ച കാർഡിലെ ഒരു എനർജി അനുസരിച്ച് നിങ്ങൾ ഓൾറെഡി ഓവർലോഡഡ് ആണ്. സോ യു ഹാവ് ടു പുഷ് റിയലി ഹാർഡ് യുവർ സെൽഫ്. ആരും നിങ്ങളെ പുഷ് ചെയ്യാൻ വരില്ല. അത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് ആഗ്രഹം നോക്കി, ചെറിയൊരു ഇൻറ്റൻഷൻ ഞാൻ പറയാം. ആരും കാലത്ത് 5 മണിക്ക് വിളിച്ചിട്ട് എനിക്ക് ഓടാമ്പോൾ വർക്കൗട്ട് ചെയ്യും, പ്ലാൻ യുവർ മീൽ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും പറയില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഡു യുവർ സെൽഫ്, യു ഹാവ് ടു പ്ലാൻ യുവർ സെൽഫ്. ഡെയിലി പ്ലാനിങ് ആവശ്യമുണ്ട്, ഡെയിലി ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്, ഡെയിലി മോട്ടിവേഷൻ ആവശ്യമുണ്ട്. So please do that for yourself. Nobody going to push you, nobody going to motivate you. Okay, you have to do it yourself. So friends, you have to push yourself to reach this position. Okay, so please do that. Thank you. So അങ്ങനെ ഒരു 4 റീഡിംഗ് ആണ് ഇന്ന് കഴിഞ്ഞത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ ഒരു 4 സെക്ഷനാണെന്ന് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻസ്, സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ക്ലിയർ ആക്കുക. ഫസ്റ്റ് യു ക്ലിയർ യുവർ സെൽഫ്. മേക്ക് ഷുവർ യുവർ സെൽഫ് വാട്ട് യു വാണ്ട് ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ഓക്കെ, എങ്ങനെയായാലും കൊളാബറേറ്റീവ് എനർജിക്കുള്ള ഒരു ചാനൽസുണ്ട്. ദർ ആർ പീപ്പിൾ ഹു വിൽ കം ആൻഡ് ഹെൽപ്പ് യു. ഓക്കെ, ബട്ട് ഇറ്റ് ക്യാൻ ബി ഓവർലോഡഡ് അറ്റ് സം പോയിൻറ്റ് ബിക്കോസ് അവരുടെ ടു മെനി ഒപ്പീനിയൻസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അവരുടെയൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ ഓവർലോഡായിട്ട് നിങ്ങളുടെ എനർജി വീക്കായിട്ട് നിങ്ങൾ ഫോക്കസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. So be aware that focus out ആവരുത്. work hard for your achievement. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഫ്രണ്ട്സ് ആവാം, ലവേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം, ഫാമിലി ആവാം. so hard. You have to put a lot of effort on it. So please do that. Please do that. Just think about making plans for yourself. Stick on your plans and getting advice from people who can help you. And
കിട്ടുന്ന അഡ്വൈസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇതാണ് ഓവറോൾ ഏപ്രിലിൻ്റെ എനർജി വരുന്നത്. സോ if it resonate with you, yeah, please receive, please claim this energy wise okay ആണ്. And I will plan to do more videos of this. And ഞാൻ കുറച്ച് സ്പെൽ വർക്കും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗുഡ് ക്യാൻഡിൽ സ്പെൽസൊക്കെ ചെയ്യാനും പിന്നെ കുറച്ച് ടിപ്സൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഫോളോ മൈ ചാനൽ. സോ you can see things like will help you to achieve your goals in a magical way. Okay, so ഇത് റീസണേറ്റ് ചെയ്യുമെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത തള്ളിക്കളയുക. പിങ്ക് മൂൺ എനർജിയുടെ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. So stay tuned on my channel. Thank you so much.